പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ ആരാധകരാണ് നമ്മുടെ വീഡിയോ കാണുന്നതിൽ 70% എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ കൂട്ടുകാരോടാണ് ഞാൻ തുടക്കത്തിലെ ചോദിക്കുന്നത്. റോമൻ റെയിൻസ് എന്ന് പറയുന്ന സൂപ്പർ താരം, OTC എന്ന് പറയുന്ന താരം, അദ്ദേഹം ഒരു അഹങ്കാരിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? റോമൻ റെയിൻസിൻ്റെ ഡൈ ഹാർഡ് ഫാൻസിന് ഇപ്പോൾ എന്നോട് വലിയ ദേഷ്യം തോന്നുമെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന ചെറിയൊരു സംഭവം, ചെറിയൊരു കഥ നിങ്ങളിൽ റോമൻ റെയിൻസിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത വരുത്തുന്നതിൽ വലിയ പങ്ക് തന്നെ വഹിച്ചേക്കാം. ഇത് കുറേയധികം നാളുകൾക്ക് മുൻപുള്ള ഒരു കഥയൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു കഥ മാത്രമാണ്. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് ഇന്നലെ നമുക്ക് റോ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹൾക്ക് ഹോഗന് ഒരു 10 ബെൽ സെല്യൂട്ട് കൊടുക്കുന്നതായിട്ട്, ഹൾക്ക് ഹോഗന് ഒരു ട്രിബ്യൂ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം കാണാൻ സാധിച്ചു. ഇതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലും ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നടന്ന NXT എപ്പിസോഡിലും ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്മാക്ഡൗൺ എപ്പിസോഡായാലും NXT ആയാലും അതിലെ എല്ലാ റെസ്ലേഴ്സും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ എപ്പിസോഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ റെസ്ലേഴ്സും ആ 10 ബെൽ സെല്യൂട്ടിൽ അല്ലെങ്കിൽ ട്രിബ്യൂയിൽ പങ്കെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ റോ എപ്പിസോഡിൽ, പ്രത്യേകിച്ച് റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തിയ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെ മാത്രം നമുക്ക് അവിടെ 10 ബെൽ സെല്യൂട്ട് ട്രിബ്യൂ ഭാഗത്തിൽ കാണാൻ സാധിച്ചില്ല. അപ്പോൾ റോമൻ റെയിൻസ് എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്ന റെസ്ലർ പ്രൊഫഷണൽ റെസ്ലിങ്ങിന് എത്രത്തോളം വിലപ്പെട്ടതാണ്, അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയുടെ വഴികാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു 10 ബെൽ സെല്യൂട്ട് കൊടുത്ത് ട്രിബ്യൂ കൊടുക്കുന്ന ഒരു മൊമെൻറ്റിൽ റോമൻ റെയിൻസ് എവിടെ പോയി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. റോമൻ റെയിൻസ് എന്ന് പറയുന്ന റെസ്ലർ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ എന്നുള്ളതാണ് പലരും സംശയത്തോടു കൂടി ചോദിക്കുന്നത്. ഇതേ ഒരു ചോദ്യമാണ് ആരാധകരോട് ഞാനും ചോദിക്കുന്നത്. റോമൻ റെയിൻസ് ഒരു അഹങ്കാരി ആയതുകൊണ്ടാണോ റോമൻ റെയിൻസ് അവിടെ നിന്ന് മാറി നിന്നത്? ഇനി മറ്റൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. റോമൻ റെയിൻസിൻ്റെ എൻട്രി സർപ്രൈസ് ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും റോമൻ റെയിൻസിനെ ആ ഒരു മൊമെൻറ്റിൽ അവർ കാണിക്കാതിരുന്നത് എന്നുള്ളത്. എന്നാൽ റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിന് മുൻപേ കൺഫേം ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. WWE തന്നെ സോഷ്യൽ മീഡിയയിലൂടെ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഹൈപ്പ് വർദ്ധിപ്പിച്ചിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. റോമൻ റെയിൻസ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് സെയിൽസ് വരെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു അപ്പിയറൻസ് അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഘടകം ആയിരുന്നില്ല. പക്ഷേ 10 ബെൽ സെല്യൂട്ട് അല്ലെങ്കിൽ ട്രിബ്യൂവിൽ റോമൻ റെയിൻസ് പങ്കെടുക്കാതിരുന്നത് അത് ഹൾക്ക് ഹോഗനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ് പലർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തോട്ട് ഞാൻ പങ്കുവെച്ചതല്ല, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ റോമൻ റെയിൻസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തോട് ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWEയുടെ മുൻ ചെയർമാനായ വിൻസ് മിക്മാനെ സംബന്ധിച്ച് TMZ എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ്. അമേരിക്കൻ സമയം രാവിലെ വിൻസ് മിക്മാനെ സംബന്ധിച്ച് TMZ റിപ്പോർട്ട് ചെയ്യുന്നത് വിൻസ് മിക്മാൻ സഞ്ചരിച്ച കാറ്, വിൻസ് മിക്മാൻ ഓടിച്ചിരുന്ന കാറ് വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ടു എന്നുള്ളതാണ്. 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന വലിയൊരു ഇൻസിഡൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് TMZ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 3 കാറിലെ ഡ്രൈവർമാരും സീറ്റ് ബെൽറ്റ് ധരിച്ചത് കൊണ്ട് തന്നെ ആർക്കും ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതും TMZ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വിൻസ് മിക്മാൻ്റെ കാറ് അലക്ഷ്യമായി അദ്ദേഹം ഓടിച്ചതാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്നുള്ളതും TMZ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം പകുതിയോടുകൂടി ഈ ആക്സിഡൻറ്റിൻ്റെ കാരണം കൊണ്ട് വിൻസ് മിക്മാന് കോടതി കയറി ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. WWEയുടെ ചെയർമാൻ പൊസിഷൻ രാജിവെച്ചതിന് ശേഷം വിൻസ് മിക്മാനെ സംബന്ധിച്ച് കണ്ടകശനിയാണെന്ന് പറയേണ്ടി വരും. കാരണം കോടതി കയറി ഇറങ്ങി വിൻസ് മിക്മാൻ്റെ ഇനിയുള്ള ജീവിതം ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നതും റോമൻ റെയിൻസിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയിൻസിനെയും ജെ ഊസോയെയും ബ്രൂട്ടലായി ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ആക്രമിച്ചപ്പോൾ റോമൻ റെയിൻസിൻ്റെ കാലിൽ നിന്ന് ആ ഷൂകൾ ഉരുമറ്റുന്ന ബിഗ് ബ്രോൺസൺ റീഡിൻ്റെ ചില മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു ഭാഗം കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ ഒരു വീഡിയോയിലും ആ ഷൂ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് ഇനി തൻ്റേതാണ് എന്ന് പറഞ്ഞ് ബിഗ് ബ്രോൺസൺ റീഡ് ബാക്ക് സ്റ്റേജിലേക്ക് നടന്നു പോകുന്നതും ഇൻസ്റ്റയിലും മറ്റും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്താണ് റോമൻ റെയിൻസിൻ്റെ കാലിൽ നിന്ന് ഈ ഒരു ഷൂ ഊരുന്നത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? അപ്പോൾ റോമൻ റെയിൻസിനെ വ്യക്തി
വ്യക്തിപരമായിട്ട് താൻ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് അവിടെ ബ്രോൺസൺ റീഡ് പങ്കുവെക്കുന്നുണ്ട്. അതിലുപരി സാധാരണ നമ്മൾ റെസ്ലിംഗിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള WWE സ്റ്റോറിയിൽ കണ്ടിട്ടുള്ളത് റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ആക്രമണമൊക്കെ നടത്തി ഇങ്ങനെ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതാണ്. റോമൻ റീൻസിൻ്റെ കാലിൽ നിന്ന് ഷൂ ഊരുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചപ്പോൾ ആ ഒരു ഭാഗങ്ങൾ എന്തോ ഒരു പ്രത്യേക ഫീല് ഉണ്ടാക്കി, അതായത് ആദ്യമായി കാണുന്ന ഒരു ഫീല് കിട്ടി. അപ്പോൾ ആ ഒരു സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ബിഗ് ബ്രോൺസൺ റീഡ് റോമൻ റീൻസിൻ്റെ ഷൂ ഊരുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് കാണിക്കാനും അവർക്ക് ഈ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് സാധിക്കും. പിന്നെ അത് മറ്റൊരു പോയിന്റ് ഉള്ളത്, റോമൻ റീൻസ് എന്ന് പറയുന്ന റെസ്ലറിന് ഈ ഷൂസ് കളക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ അപ്പിയറൻസിലും അദ്ദേഹം ധരിക്കുന്ന ഷൂ ഏതാണ്, അത് ഏത് കമ്പനിയുടേതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. ആ കമ്പനികൾ തന്നെ റോമൻ റീൻസ് ആ ഷൂ ധരിച്ച് നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പങ്കുവെക്കാറുമുണ്ട്. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഷൂവിനോടുള്ള ഇഷ്ടം അത് അവർക്ക് കൃത്യമായി ഒരു സ്റ്റോറിയിൽ പറഞ്ഞു പോകാൻ സാധിക്കുന്നു. അതായത് റോമൻ റീൻസിൻ്റെ ഇഷ്ടപ്പെട്ടതൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും കടക്കുന്നു എന്നുള്ള രീതിയിലേക്കും സ്റ്റോറി അവർക്ക് പറഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോമൻ റീൻസിനെ ബിഗ് ബ്രോൺസൺ റീഡ് ഷൂ ഊരി അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിന്ന് അല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു പോയിന്റ് ഈ ഷൂ ഊരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.